ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. നമുക്ക് സ്കൂളൊക്കെ തുറക്കാനായില്ലേ? ഇനി നമുക്ക് DIY സ്കൂൾ സപ്ലീസ് ഉണ്ടാക്കിയെടുക്കാം. ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് ക്യൂട്ടായിട്ടുള്ള മിനി നോട്ട്ബുക്കാണ്. എൻ്റെ ചാനലിൽ തന്നെ കുറേ മിനി നോട്ട്ബുക്ക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും നമ്മൾ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് ഇത്തിരി ഒരു സ്പെഷ്യലാണല്ലോ. അങ്ങനെ ഇതേപോലെ ഒരു A4 പേപ്പർ എടുക്കുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കുക. ഇതെങ്ങനെ എക്സ്പ്ലനേഷൻ ചെയ്യണമെന്ന് അറിയത്തില്ല കറക്റ്റായിട്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി അങ്ങോട്ട് വെട്ടിക്കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ മടക്കുക. എന്നിട്ട് എല്ലാത്തിനും ഇങ്ങനെ തട്ടിക്കൊടുക്കുക കേട്ടോ. ഒരേ അളവിൽ ഇങ്ങനെ തട്ടിക്കൊടുത്തതിന് ശേഷം കുറേ കൂടുതൽ ഫെവിക്കോൾ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒട്ടിക്കാണല്ലോ. അപ്പോൾ കുറച്ച് ഒഴിച്ചാൽ പിശുക്ക് കാണിച്ചാൽ എന്തായാലും എള്ളിപ്പോവും. അപ്പോൾ എന്തിനാ വെറുതെ 2 പണി ഉണ്ടാക്കുന്നത്? ഒരേ പണി നമുക്ക് ഫുള്ള് സെറ്റ് ചെയ്യണ്ടേ. അപ്പോൾ കുറച്ച് അധികം തന്നെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുന്നുണ്ട് ഞാൻ. എന്നിട്ട് ഇതൊന്ന് ഡ്രൈ ആവാൻ വെക്കണം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ബുക്കിൻ്റെ ചട്ട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് ബുക്കിൻ്റെ തന്നെ ചട്ട വെട്ടിയെടുത്തതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് കാർഡ്ബോർഡും യൂസ് ചെയ്യാം കേട്ടോ. ഇതേപോലെ 2 സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒരു മെലിഞ്ഞത് നടുവത്തേക്കും വെക്കണം മിഡിൽ പോർഷനിൽ. എന്നിട്ട് അത് രണ്ടിനും ബൈൻഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം നമ്മുടെ ബുക്കിലേക്ക്. ഞാനിപ്പോൾ ഈ ഒരു ലാവൻഡർ ഷെയ്ഡിൽ ഗ്രിഡ് ലൈൻസ് ആണ് കൊടുക്കുന്നുള്ളത്. എപ്പോഴും നമ്മൾ പിങ്ക് നോട്ട്ബുക്സ് അല്ലേ ഉണ്ടാക്കുന്നത്. ഇത്തിരി വെറൈറ്റി ആയിട്ട് ഒരു ലാവൻഡർ ഇരിക്കട്ടെന്ന് വിചാരിച്ചു. സെക്കൻഡ് വൺ ക്യൂട്ട് കീ ചെയിൻ ആണ്. ഇതൊരു യൂണിക്കോൺ കീ ചെയിൻ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കീ ചെയിൻ്റെ ആ സംഭവമില്ലേ, കീ ചെയിൻ നമ്മൾ ബാഗിലേക്ക് തൂക്കുന്നത്, അതിൻ്റെ ആ ഒരു പിടിക്കുന്ന ഭാഗം എൻ്റെ നിന്ന് മിസ്സായി പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഒരു കട്ടിയുള്ളൊരു എന്താ പറയുക, ഒരു പേപ്പർ എടുക്കുക. പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടിയുള്ള സാധനം മതി. എന്നിട്ട് അതിലേക്ക് നമ്മളൊരു കവായ് സ്റ്റിക്കർ വെച്ചെടുക്കുക. കവായ് സ്റ്റിക്കർ ഇല്ലെങ്കിൽ നമ്മൾ വരച്ചൊരു പിക്ചർ സ്റ്റിക്കർ ഉണ്ടാക്കിയത് ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിൽ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നടുവിലൊരു ഹോൾ ഇട്ടിട്ട് നമ്മൾ കീ ചെയിൻ ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കിൽ കുറച്ച് സൈഡ് വിട്ട് വേണം കട്ട് ചെയ്യാൻ. എന്നാലേ നമുക്കൊരു കടയിൽ നിന്ന് വാങ്ങിയ ആ ഒരു ലുക്ക് ഉണ്ടാകത്തുള്ളൂ. എന്നിട്ട് ഇത് നമുക്കിങ്ങനെ ഒരു പഞ്ചർ മെഷീൻ വെച്ചിട്ടോ ഇതൊന്ന് ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ക്യൂട്ടായിട്ടുള്ളൊരു നെയിം സ്ലിപ്പാണ്. ഇത് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് തന്നെ സ്കൂളിൽ ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നെ ഒരു ഷോ കളിക്കാം കേട്ടോ. അതാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയ ഇതാണ് കേട്ടോ. ഇത് നെയിം സ്ലിപ്പ്. ഇത് അത്യാവശ്യം കുറച്ച് മെലിഞ്ഞ പേപ്പർ എടുക്കുക. തടിയുള്ളതല്ല, മെലിഞ്ഞ പേപ്പർ വേണം. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ഒരു ബോർഡർ പോലെ ഞാൻ ഈ ഒരു ലാവൻഡർ കളർ വെച്ചിട്ട് ഹൈലൈറ്റർ വെച്ചിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊരു കവായ് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സ്റ്റിക്കർ ഇല്ലെങ്കിൽ നമ്മൾ തന്നെ വരച്ചാലും മതിയാവും. ഇല്ലെങ്കിൽ നമ്മൾ വരച്ചുണ്ടാക്കിയ സ്റ്റിക്കർ ആയാലും കുഴപ്പമില്ല. എന്നിട്ട് ആ ഒരു സ്റ്റിക്കറിനൊരു ബോർഡർ കൊടുത്തിട്ട് നമ്മൾ സ്കൂള് നെയിം ക്ലാസ് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്ക് ടു സ്കൂളിൻ്റെ ബാക്ക് പാക്കിംഗ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് തന്നെ നമ്മുടെ നെയിമും ക്ലാസ്സും സ്കൂളൊക്കെ എഴുതി കൊടുക്കാം. ഞാൻ 2 ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പിങ്കും ഒരു ലാവൻഡറും ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. സെയിം പോലെ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ ബുക്ക് മാർക്കാണ് ഉണ്ടാക്കുന്നത്. ഇത് അത്യാവശ്യം കുറച്ച് ക്യൂട്ടായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് എപ്പോൾ നമ്മളിങ്ങനെ ബട്ടർഫ്ലൈൻ്റെ ഒക്കെ അല്ല ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് രീതിയിലാണ് ഈ ഒരു ബുക്ക് മാർക്ക് ചെയ്യണത്. ഫസ്റ്റ് തന്നെ ഒരു കട്ടിയുള്ളൊരു പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ 2 ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ടേപ്പില്ലേ അതിങ്ങനെ ഒരു ഭാഗം ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് ബുക്കിലാണല്ലോ ഇത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ബുക്ക് റീഡ് അങ്ങനെ ആ ഒരു സ്റ്റഡിയിൽ ഒരു ഇതിലാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് ചെറിയൊരു മോട്ടിവേഷനൊക്കെ തോന്നാം.
ഇങ്ങനെ ബുക്ക് സ്റ്റിക്കേഴ്സൊക്കെ ഇങ്ങനെ ബുക്കിൻ്റെ ഒക്കെ ഒട്ടിച്ച് റീഡ് എന്നൊക്കെ എഴുതിയിട്ടുള്ള സ്റ്റിക്കറായതുകൊണ്ട്. പിന്നെ ഞാൻ മേലെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ബോവും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ബുക്കിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.